أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 53-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പൂർണ്ണമായി നമ്മിൽ നിന്ന് ഖബൂലായി വല്ല കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് സ്വീകരിക്കട്ടെ. നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ധാരാളം പിഴവുകളും തെറ്റുകളുമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അത് പുറത്തു തരട്ടെ. ശിഷ്ടകാലം നന്നായി ഖുർആൻ ഓതി ജീവിക്കാൻ, അങ്ങനെ അല്ലാഹുവിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ, അതുവഴി സ്വർഗത്തിലെത്താൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 53-ാമത്തെ ക്ലാസ്സിൽ നമ്മുടെ തദ്രീബ് കിതാബ് നമ്മൾ തുടങ്ങി. 1-ാമത്തെ പാഠം നമ്മൾ ശരിക്കും വായിച്ചു മനസ്സിലാക്കി. ഓരോ പാഠവും വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ തൊട്ടടുത്ത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അഭ്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, തദ്രീബത്ത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂറത്തിലെ ഒരായത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏത് സൂറത്തിലെ ഏത് ആയത്താണ് എന്ന്? ആ സൂറത്തിലെ ആ ആയത്തും ആയത്ത് നമ്പറും ഒക്കെ തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. അതുപോലെ ധാരാളം കാര്യങ്ങൾ പൂരിപ്പിക്കാനുള്ളത്, ഉത്തരം കണ്ടെത്താനുള്ളത്, കുറിപ്പ് തയ്യാറാക്കാൻ. അതായത് നമ്മുടെ കിതാബിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തദ്രീബ് എന്ന ഈ കിതാബ് പാഠം വായിച്ചു പോവുക എന്നതു മാത്രമല്ല, ആ പാഠത്തിൽ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തു പഠിച്ച് എഴുതി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഈ കിതാബ് ശരിക്ക് നന്നായിട്ട് ഒരാവർത്തി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തജ്വീദ് മാഷാ അല്ലാഹ് ഉഷാറാവും. അപ്പോൾ ആ രൂപത്തിൽ ഈ കിതാബ് കൈകാര്യം ചെയ്യണം. കഴിയുന്ന ആളുകളൊക്കെ ഇത് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ, നമ്മൾ ഇന്ന് 53-ാമത്തെ പാഠത്തിലെ ആദാബു തിലാവ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളെക്കുറിച്ചാണ് പറയുന്നത്. അദബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാധാരണ നമ്മളതിന് മര്യാദ എന്നൊക്കെ പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആ പദം ഉപയോഗിച്ചാൽ മതി. ഖുർആൻ ഓതുന്ന സമയത്ത് ധാരാളം അദബുകളുണ്ട്, മര്യാദകൾ നമ്മൾ പാലിക്കണം. മര്യാദക്കേടായി ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആനിൽ നോക്കി ഓതുകയാണെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലമാണെന്നാണ്.
കാരണം ഓതുകയും പ്ലസ് നോക്കുകയും ചെയ്തല്ലോ, അതുകൊണ്ട് ഡബിൾ കൂലി. അത്രയും പുണ്യമുള്ളതാണ് ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമർ, നല്ലവർ എന്ന് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അച്ചടക്കം, അദബ്, മര്യാദ നമ്മൾ സ്വീകരിക്കണം. അതിൽ ചിലതൊക്കെ നമ്മൾ പറയണം. എല്ലാം കൂടെ പറഞ്ഞാൽ ഒരുപാടുണ്ട്, കുറച്ചെണ്ണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതിയാൽ മാത്രമേ കൂലി കിട്ടൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതവർക്ക് അറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പറയാണ്. അർത്ഥമറിഞ്ഞ് ഓതുന്നതിന് വലിയ കൂലിയാണ്, സംശയം ഇല്ലേ ഇല്ല, ഒരു സംശയവുമില്ല. ഖുർആൻ ഓതുമ്പോൾ അർത്ഥം കൂടെ അറിഞ്ഞ് അത് ചിന്തിച്ച് അങ്ങനെ ഓതുക എന്നത് വലിയ പ്രതിഫലാർഹമാണ്. പക്ഷേ അർത്ഥം അറിഞ്ഞ് മാത്രമേ ഓതേണ്ടതുള്ളൂ, അങ്ങനെ ഓതിയാൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തികച്ചും അത് ശരിയല്ല. അലിഫ് ലാം മീം നമ്മൾ ഓതി പോകുന്നില്ലേ സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആല ഇംറാനിലൊക്കെ? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി എന്ന. അല്ലാഹു തആലക്കാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് അറിയുള്ളൂ എന്ന്. അങ്ങനെ ഹുറൂഫുൽ മുഖത്താ, അങ്ങനെ വേറെയും പല ആയത്തുകളും ഒക്കെ അങ്ങനെയുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ അതിനൊക്കെ തഫ്സീർ പറഞ്ഞത് അങ്ങനെയാണ്. ചുരുക്കത്തിൽ അർത്ഥമറിഞ്ഞ് ഓതുന്നതിന് പ്രതിഫലം കൂടുതലുണ്ട്, സംശയമില്ല. അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും ഖുർആൻ, യാതൊരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ എന്തെല്ലാമാണ് അദബുകൾ? ഞാൻ പറഞ്ഞു കുറേ ഉണ്ട്, പക്ഷേ കുറച്ചെണ്ണം, ഒരു 8-10 നമുക്ക് പറയാം. നോക്കി, ഒന്ന്, ഖുർആൻ ഓതാനിരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം. ഈ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരെ അതിൻ്റെ ഭാഷാർത്ഥം നമുക്ക് പെട്ടെന്ന് ഓടി വരിക ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, ബ്രഷ് ചെയ്യണം. പക്ഷേ നമ്മൾ ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അടുത്തൊരു സ്റ്റെപ്പുണ്ട്. അതിന് കുറച്ച് പേസ്റ്റൊക്കെ വേണം, എന്നിട്ട് അങ്ങനെ തേച്ച്, സാധാരണ രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പോലെ, കുഴപ്പമൊന്നുമില്ല, അത് ബ്രഷ് ചെയ്യലാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഈ മിസ്വാക്ക് ചെയ്യുക എന്നുള്ള സുന്നത്ത് കിട്ടുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അറാഖ് എന്നൊക്കെ പറഞ്ഞ അല്ലേ, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ഒരു ചെടിയുടെ ഒരു കമ്പിൻ്റെ കഷ്ണം. അതുപോലെ അതല്ലെങ്കിലും അതിന് പറ്റുന്ന വേറെ കമ്പ് കഷ്ണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും. അതുകൊണ്ട് വായ മിസ്വാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ പല്ല് വൃത്തിയാക്കിയാൽ സുന്നത്ത് കിട്ടും. വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അവർ നിസ്കാരത്തിന് നോക്കിയ തക്ബീർ ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അവരതെടുക്കും, പെട്ടെന്ന് മിസ്വാക്ക് ചെയ്യും, അറാക്ക് പോക്കറ്റിലിടും. സുന്നത്തായി നിർദ്ദേശിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് മിസ്വാക്ക് ചെയ്യൽ. മരണം ആസന്നമായ ആൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്താണെന്നാണ്. അപ്പോൾ അയാൾക്ക് ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? നോ, ആ അറാക്കിൻ്റെ കഷ്ണം കൊണ്ട് അയാൾക്കൊരു മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. നമ്മൾ റൂഹ് സക്കറാത്തിൻ്റെ വേദനയ്ക്ക് ശമനം ഉണ്ടാവുന്നല്ലേ. അപ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഞാൻ വിശദമായിട്ടത് പറയേണ്ട ആവശ്യമില്ല, സൂചിപ്പിച്ചതാണ്. മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചില രൂപങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമല്ല മിസ്വാക്കിൻ്റെ സുന്നത്ത് കിട്ടുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സുന്നത്ത് കിട്ടാവുന്ന ആ സംഗതിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കത് ചെയ്താൽ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ അത് ചെയ്യുക, ഓതുക. ഓക്കെ, ഒന്നതാണ്. രണ്ടാമത്തേത് വുളു ഉണ്ടാവണം. വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ല സുന്നത്താണ്. അപ്പോൾ മുസ്ഹഫ് എടുക്കാൻ വുളു നിർബന്ധമല്ലേ? അതെ, മുസ്ഹഫ് തൊടണമെങ്കിൽ വുളു നിർബന്ധമാണ്, സംശയമില്ല. കാണാതെ ഒരാൾ ഓതുകയാണെങ്കിലോ അപ്പോൾ മുസ്ഹഫ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഖുർആൻ ഓതുകയാണല്ലോ, വുളു സുന്നത്താണ്.
അല്ലെങ്കിൽ മറ്റൊരാൾ മുസ്ഹഫ് നമുക്ക് തുറന്നു തന്നു, നമ്മൾ ഓതുന്നതിനനുസരിച്ച് പേജുകൾ അയാളിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയാട്ടോ. അയാൾക്ക് എന്താ പോയിട്ടൊരു വുളു എടുത്താൽ നമ്മൾ മുസ്ഹഫ് ടച്ചാകുന്നേ ഇല്ല, എന്നാലും വുളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്. മുസ്ഹഫ് തുറണമെങ്കിൽ വുളു വേണം, ഖുർആൻ ഓതുന്നതിന് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അടുത്തതാണ് ഖിബ്ലക്ക് തിരിഞ്ഞ് ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഖിബ്ലക്ക് തിരിയുക, അത് വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. നിസ്കാരം നമ്മൾ ഖിബ്ലയിലേക്കാണ്, അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരുന്ന് ഖുർആൻ ഓതുന്നതിന് വലിയ പുണ്യമാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു മിസ്വാക്ക് ചെയ്യണം, രണ്ട് നമ്മൾ പറഞ്ഞു വുളു വേണം, മൂന്ന് നമ്മൾ പറഞ്ഞു ഖിബ്ലക്ക് തിരിയണം. നാലാമത്തേത് മുസ്ഹഫ് ഒരല്പം ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. മീൻസ് നമ്മളിരിക്കുക, നമ്മുടെ കാലിൻ്റെ നേരെയോ ചുവട്ടിലോ ഒന്നും ആകാത്ത വിധത്തിൽ. മുസ്ഹഫല്ലേ, അള്ളാഹുവിൻ്റെ കലാമല്ലേ, ആ ഒരു ബഹുമാനത്തിൽ അതിനെ കൈകാര്യം ചെയ്യുക. വെക്കുമ്പോൾ തന്നെ നിലത്ത് അല്ലെങ്കിൽ വെറും മുസ്ഹഫ് മാത്രം വെക്കാതെ എന്തെങ്കിലും ഒരു വിരിയോ അല്ലെങ്കിൽ മുസ്ഹഫ് വെക്കാനായി സംവിധാനിച്ച സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മുസ്ഹഫ് വയ്ക്കാവുന്നതാണ്. മുസ്ഹഫിനോടുള്ള ബഹുമാനം നമ്മൾ ശരിക്കും കീപ്പ് ചെയ്യണം. മറ്റൊന്നാണ് ഖുർആൻ ഓതുന്ന ആളുടെ വസ്ത്രവും അയാളിരിക്കുന്ന സ്ഥലവും വൃത്തിയുള്ളതായിരിക്കണം. ഇതിനൊക്കെ ഓരോന്നിനും വിശദീകരിച്ച് ഇതിൻ്റെയൊക്കെ പുണ്യം പറഞ്ഞാൽ ദിവസങ്ങളോളം അതിന് വേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ചുരുക്കി എണ്ണി പറയുന്നത്. ഖുർആൻ ഓതാനിരിക്കുന്ന ആൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിരിക്കണം, പ്ലസ് വൃത്തിയുള്ള സ്ഥലത്തും ആയിരിക്കണം. എവിടെയെങ്കിലും വൃത്തികേടായ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് നോ, വൃത്തിയില്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ച് നോ, പാടില്ല. അത് ഖുർആനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദയാണ്, വളരെ ശ്രദ്ധിക്കണം. അതുപോലെ സാവധാനം ആയിരിക്കണം അയാളുടെ ഖുർആൻ പാരായണം. ചടപടപടപടപടപടാ സ്പീഡിൽ ഓതാൻ പാടില്ല. വളരെ ഭക്തിയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കലാമാണ് ഞാൻ ഓതുന്നത് എന്ന ആ ഓർമ്മയിൽ, അർത്ഥമറിയുന്നവർ അർത്ഥം ചിന്തിച്ച് അങ്ങനെ സാവധാനം ഓതണം. അതിന് പ്രത്യേക പ്രതിഫലമാണ്. അങ്ങനെ ഓതുന്നതും അല്ലാതെ ഓതുന്നതും തമ്മിൽ ശ്രദ്ധിക്കണം. അതുപോലെ തുടക്കത്തിൽ അഊദു ഓതണം, ബിസ്മിയൊക്കെ ഓതണം. അഊദുവും ബിസ്മിയും. സൂറത്തു തൗബയുണ്ടല്ലോ, ബറാഅത്ത് സൂറത്ത് എന്നൊക്കെ പേരില്ല, ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി വേണ്ട എന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഇൻഷാ അള്ളാഹ് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ആ സൂറത്ത് ഓതുന്ന സമയത്ത് പറയാം. എന്തായാലും അഊദുവും ബിസ്മിയും വേണം, ഓതണം. കിതാബുകളിലൊക്കെ കാണാം അഊദു ഒരാൾ ഉറക്കെ, ശ്രദ്ധിക്കണേ, അല്പം ഉച്ചത്തിൽ ഓതാൻ തീരുമാനിക്കുകയും അയാളുടെ ഓത്ത് കേൾക്കാൻ, പാരായണം കേൾക്കാൻ അവിടെ ആളുണ്ടെങ്കിലും അയാൾ കുറച്ച് ഉച്ചത്തിൽ തന്നെയാണ് അഊദുവും ഓതേണ്ടത്. ഇല്ല, ആരും കേൾക്കാനൊന്നുമില്ല, അയാളെ ഒറ്റയ്ക്കാണ് ഓതുന്നത്, എന്നാൽ പിന്നെ അഊദു പതുക്കെ ഓതിയാൽ മതി. അപ്പോൾ അഊദു ഉറക്കെ ഓതേണ്ട സന്ദർഭമാണ് പറഞ്ഞത്. ഒരാൾ ഖുർആൻ ഓതാൻ ഇരിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്, ഖുർആൻ ഓത്ത് കേൾക്കാൻ ആളുണ്ടാവുകയും ചെയ്താൽ അഊദുവും ഉറക്കെ ഓതുക, പിന്നെ എൻ്റെ തുടർച്ചയായി ബിസ്മിയും എല്ലാം അങ്ങനെ തന്നെ ഓതുക. അതേപോലെ അഊദു ഉറക്കെ ഓതേണ്ട മറ്റൊരാളാണ് ഒരു കൂട്ടമായി, ഒരു ടീം ഒരുമിച്ചിരുന്ന് ഓതുകയാണ്. അതായത് ഒരാൾ ഓതി അല്പം, അതിൻ്റെ ബാക്കി അടുത്ത ആളോതി, അതിൻ്റെ ബാക്കി അടുത്ത ആളോതി, ഇങ്ങനെ ഓതി ഒരു ഹൽക്ക, ഒരു റൗണ്ട് ഉദാഹരണം. അങ്ങനെയാവുമ്പോൾ ഓതുമ്പോൾ ആദ്യം ഓതുന്ന ആളാണ് അഊദു ഉറക്കെ ഓതേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ അഊദു, ബിസ്മിയുടെ കാര്യമല്ല പറഞ്ഞിട്ടാ, അഊദു പതുക്കെ ഓതിയാൽ മതി, ആദ്യത്തെ ആൾ ഉറക്കെ ഓതുക. ഇങ്ങനെ ഈ രണ്ടാളുകൾക്കാണ് അഊദു ഉറക്കെ ഓതൽ സുന്നത്ത് എന്നൊക്കെ ചില കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഏതായിരുന്നാലും അഊദുവും ബിസ്മിയും വേണം. അത് ഉറക്കെയാണോ അതോ പതുക്കെയാണോ എന്ന കാര്യത്തിലെ ഈ പറഞ്ഞ വിഷയങ്ങൾ വരുള്ളൂ. പിന്നെ മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അതിനിടയിൽ ഖിറാഅത്തുമായി ബന്ധപ്പെട്ടതല്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം റബ്ബാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം സഹാബത്തിൻ്റെ ഇടയിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ബഷിറു ബഷിറു ബഷിറു, ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടാ.
ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇന്ന ഹാദൽ ഖുർആന സബീലുൻ തർഫുഹു ബിയദില്ലാഹ് വ തർഫുഹു ബിഐദികും. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു സബീലാണ്, ഒരു വഴിയാണ്, ഒരു റൂട്ടാണ്, ഒരു ചരടാണ്, ഒരു കയർ. അതിൻ്റെ ഒരു തല നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അതിൻ്റെ മറ്റേ തല അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ആ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റൊന്നും പാടില്ല, സംസാരമൊന്നും പാടില്ല. യാ റബ്ബ്, എന്താണ് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടത്? അത് അദാബിൻ്റെ ആയത്തുകൾ, നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദാബിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹുവേ കാക്കണേ എന്ന് പറയണം. റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആയത്തുകളൊക്കെ വരുമ്പോൾ പടച്ചവനെ അല്ലാഹുമ്മ അർഹംനീ, എനിക്ക് നീ കരുണ ചെയ്യണേ. സ്വർഗത്തെ പറ്റി പറയുമ്പോൾ അല്ലാഹുമ്മ ജഅൽനീ മിൻ അഹ്ലിൽ ജന്ന, പടച്ചവനെ നീ എനിക്ക് സ്വർഗം തരണേ. ഇങ്ങനെയുള്ളതൊക്കെ അത് ഖുർആൻ്റെ ലഫ്ളല്ല. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദുആ ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ്, പുണ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ആവാം, അല്ലാതെ മറ്റു കൂട്ടത്തിൽപ്പെടാത്ത സംസാരങ്ങൾ ഖുർആൻ പാരായണത്തിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട, ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട്, വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയി. നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഇതിൽപ്പെടാത്ത സംസാരം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ നിലവാരം? അല്ലേ? ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവർ നമ്മളെക്കുറിച്ച് എന്താ മനസ്സിലാക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ട് അയാൾ മറ്റു ഈ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിക്കുന്നു. ഈ പറയുന്ന ആളോടല്ല. ഉദാഹരണം, ഒരു കോൾ വന്നു, ആ സമയത്ത് വേറെ എന്തെയോ പറയാം. ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് റബ്ബാകുന്ന അതിലേറെ പ്രധാനപ്പെട്ട ഒരാൾ നമുക്കില്ലല്ലോ. ആ റബ്ബിനോട് നമ്മൾ സംസാരിക്കുകയാണ്. ആ സമയത്ത് വിഷയത്തിൽപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ്, പറ്റില്ല. ഖുർആനോട് കാണിക്കുന്ന അദബ് കേടാണ്. മറ്റൊന്നാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖിറാഅത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന സമയത്ത് എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരും. ഓക്കെ, തിലാവത്തിൻ്റെ സുജൂദൊക്കെ ചെയ്യുന്നത് പല കോലത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, 14 സ്ഥലങ്ങളിൽ പ്രത്യേകം സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ എത്തുമ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾ മുസ്ഹഫ് ചിലപ്പോൾ കയ്യിൽ തന്നെ പിടിച്ചിട്ട് ഒറ്റ സുജൂദ്, ഒന്നും ഉണ്ടാവില്ല, നേരെ സുജൂദ് പോവും, വരും, ബാക്കി ഓതും. അങ്ങനെയൊന്നുമല്ല. അതിന് ഒരുപാട് ഷർത്തും ഫർളും സുന്നത്തുകളൊക്കെ ഉണ്ടേ. അതൊക്കെ പാലിച്ച് ചെയ്താലേ ആ സുന്നത്ത് ഇബാദത്ത്, അതായത് ആ സുജൂദ് അതാവുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതേക്കുറിച്ച് നമുക്ക് പറയാം. അങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട ആയത്തുകൾ വരുമ്പോൾ സുജൂദ് ചെയ്യുക ഖുർആനോട് കാണിക്കുന്ന വലിയൊരു അദബാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവേ എന്ന് പറഞ്ഞ് റഹ്മത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ, കാരുണ്യത്തിൻ്റെ, അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുക. അദാബിൻ്റെ ആയത്ത് വരുമ്പോൾ പടച്ച റബ്ബേ അദാബിനെ തൊട്ട് കാവൽ ചോദിക്കുക. ഇതൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അദബുകളാണ്. അവസാനം നമ്മൾ ഓത്ത് നിർത്തുകയാണ്. ഓതാൻ വേണ്ടിയിരുന്നു, ഒരു 4-5 കഷ്ണം ഓതി അല്ലെങ്കിൽ ഒരു ജുസ് ഓതി ഓത്ത് മതിയാക്കുന്നു. എന്നാൽ അവിടെ സദഖല്ലാഹുൽ അളീം എന്ന് പറയാ അദബാണ്. അതോടൊപ്പം ഖത്മ് തീർക്കുന്ന സമയത്തിലോ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖത്മ് തീർന്നാൽ ദുആ ചെയ്യുമ്പോൾ ആ ദുആന് ഉത്തരമുറപ്പാണ്. അതുകൊണ്ട് ഖത്മ് ചെയ്താൽ എന്തു വേണം? നമ്മൾ ദുആ ചെയ്യണം. ഇപ്പം നമ്മൾ 13ഓളം അദബുകൾ പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്. ആ 13 ഒന്നുകൂടെ എണ്ണി പറയണോ? ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കേട്ടോ.
മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കി ഓതണം. മുസ്ഹഫ് ഒരൽപ്പം ഉയരമുള്ളിടത്തു വെക്കണം. മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കി ഓതണം. മുസ്ഹഫ് ഒരൽപ്പം ഉയരമുള്ളിടത്തു വെക്കണം. ഉളു വേണ്ടതാണ്, ഖിബില നേർത്തിരിഞ്ഞിരിക്കണം. വസ്ത്രം സ്ഥലം ഇതൊക്കെ വൃത്തിയായിരിക്കണം. അഊദു ബിസ്മിയും തുടക്കമായി ഓതണം. ഓത്തൊന്ന് സാവധാനം ഭക്തിയോടെയാവണം. അഊദു ബിസ്മിയും തുടക്കമായി ഓതണം. ഓത്തൊന്ന് സാവധാനം ഭക്തിയോടെയാവണം. സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം. സംസാരവും കളിച്ചിരി ഇതൊക്കെ മാറ്റണം. ഓത്തിൻ്റെ ലാസ്റ്റിലായി വന്ന ദിക്റ് ചൊല്ലണം. അത് സദഖല്ലാഹുൽ അളീം എന്നതാണെന്നോർക്കണം. ഓത്തിൻ്റെ ലാസ്റ്റിലായി വന്ന ദിക്റ് ചൊല്ലണം. അത് സദഖല്ലാഹുൽ അളീം എന്നതാണെന്നോർക്കണം. നീ ഖത്മ് ചെയ്ത് തീർന്നുടൻ ദുആ ചെയ്യണം. ഇത് മുഴുവനും നിൻ ശീലമാക്കി കൂലി വാങ്ങണം. അല്ലാഹുവിൻ്റെ പോരിശക്കലാം ഖുർആൻ, അതു മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. ഇപ്പം നമ്മൾ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഇങ്ങനെ ഒരു ട്യൂണിലാക്കിയെന്ന് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇനിയും ധാരാളമുണ്ട്, കൂടുതൽ നമ്മൾ പഠിക്കണം, പാലിക്കണം. ഇന്ന് അത്ര മതി. രണ്ടാമത്തെ പാഠം പൂർണ്ണമായിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അതടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് തന്നെ ധാരാളമുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓതാം. സൂറത്തുൽ മാഇദ 101 ആയത്ത് മുതലാണ് ഇനി ഓതാനുള്ളത്. റെഡി? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. Okay. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم. يا أيها الذين آمنوا لا تسألوا عن أشياء. أن ألا عن عين. إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم. يعني وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. قد سألها قوم من قبلكم. قد سألها قوم من قبلكم
ثم أصبحوا بها كافرين ثم أصبحوا بها كافرين ما جعل الله من بحيرة ولا سائبة ما جعل الله من بحيرة നമ്മൾ മനസ്സിലാക്കിയ ഹുക്മുകളൊന്നും മറന്നു പോരുതിട്ടാ. ഇഖ്ലാബ് വലാ സായിബത്തിൻ വലാ വസീല മദ്ദിൻ്റെ മറന്നു പോകരുത്. സായിബത്തിൽ വലാ ഹാമിൻ വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. അൽ കദിബ് ബാ ശ്രദ്ധിക്കണേ. وأكثرهم لا يعقلون وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون أولو كان آباؤهم لا يعلمون شيئا ولا يهتدون يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ إذا اهتديتم കഴിഞ്ഞ് إلى الله مرجعكم عيننا ضم مرجع فينبئ ഹംസയുടെ ضم രണ്ടും സുക്കൂനായി മർജിഉക്കും ഫയുനബ്ബിഉക്കും എന്നാവും. ഓക്കെ, മർജിഉക്കും ഫയുനബ്ബിഉക്കും, നോ, മർജിഉക്കും ഫയുനബ്ബിഉക്കും. യാ അയ്യുഹല്ലദീന ആമനു ഷഹാദതു ബൈനിക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഹീനൽ വസിയ്യതി ഇത്നാനി ദവാ അദ്ലിൻ മിൻകും ഔ ആഖറാനി മിൻ ഗൈരിക്കും ഇൻ അൻതും ളറബ്തും ഫിൽ അർദ്. ശരിക്കും ശ്രദ്ധിക്കണേ. فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم റാഇന തഫ്ഖീം إن ارتبتم പഠിക്കും നമ്മൾ എന്തുകൊണ്ട് എന്നൊക്കെ കേട്ടോ. لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين.
فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين صدق الله العظيم فإن عثر على أنهما استحقا إثما أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ശ്രദ്ധിക്കണേ. ذلك أدنى أن يأتوا بالشهادة على وجهها ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين اللهم لا تجعلنا من القوم الفاسقين. പടച്ചവനെ, നീ ഞങ്ങളെ ഫാസിഖീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്, തെമ്മാടികളിൽ പെടുത്തല്ലേ അല്ലാഹ്. നീചരും നികൃഷ്ടരുമായവരുമാണവർ, അവരിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഖിദ്മയുടെ കാരണം കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. നിന്നെ ധാരാളം തഖ്വ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ശിഷ്യന്മാർ, അല്ലാഹുവെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി റാഹത്ത് നൽകണേ അല്ലാഹ്. നിഅമത്തും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ശാരീരിക, മാനസിക, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട് പടച്ചവനെ. പ്രത്യേകം തദ്രീബിലൂടെ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയുമൊക്കെയായി ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് നിനക്കറിയാമല്ലോ അല്ലാഹ് അവരുടെയൊക്കെ കൽബിൻ്റെ, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നീ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. റാഹത്തും റഹ്മത്തും നിറക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് قبة سيد الكونين أفضل قرة العينين ملجأ ومنجأ ومرتاح المشتاق حب الثقلين
أجمل خير الفريقين طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാഹ് അദ്വമ നഹ്മദു യാ صلى الله عليك سلم نور الله ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് നർജു സഅദതി മഹ്വ ശഖവാതി യാ ഖൈറ റസൂലില്ലാ عليك دائما صلى الله يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്